മൂന്നാം ലോക മഹായുദ്ധം എന്ന അതിഭയാനകമായ സാധ്യതയിലേക്ക് അക്ഷരാർത്ഥത്തിൽ തന്നെ അടിവെച്ച് നീങ്ങുകയാണ് ലോകം. എന്നിട്ടും ഒരു ഇന്തോ പാക് 2020 ക്രിക്കറ്റ് മത്സരത്തിൻ്റെ ഫൈനൽ കാണുന്നത് പോലെ യുദ്ധം ആവേശപൂർവ്വം ആസ്വദിക്കുകയാണ് നമ്മിൽ നല്ലൊരു പങ്ക്. കൂട്ട മനുഷ്യക്കുരുതികളും നാശനഷ്ടങ്ങളും ആഘോഷിക്കപ്പെടുന്ന ദുരവസ്ഥയ്ക്ക് മതാധിഷ്ഠിതമായ ചില വ്യാമോഹങ്ങളുടെ അടിവേരുകളും അതുപോലെ തന്നെ അതിനൊത്ത പ്രൊപ്പഗാന്തയും ഉണ്ടെന്നുള്ളത് മറക്കുന്നില്ല. തൻ്റെ രാജ്യത്തിൻ്റെയും തൻ്റെയും നേതൃത്വത്തിൽ പഴയ ഖാലിഫേറ്റ് പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന തുർക്കിയിലെ എർദോഗനും അതൊരു ഷിയ ഖാലിഫേറ്റ് ആകണമെന്ന് മോഹിക്കുന്ന ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേനിയും ഈ വസ്തുതയെയാണ് വെളിപ്പെടുത്തുന്നത്. അതവിടെ നിൽക്കട്ടെ. സർവസംഹാരിയായ മൂന്നാം ലോകത്തിൻ്റെ പടിവാതിൽക്കലാണ് നാം എന്നാണല്ലോ പറഞ്ഞു വന്നത്. അതിന് പ്രധാനമായും കാരണങ്ങൾ 4. 1. അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇറങ്ങാനുള്ള സാധ്യത. അങ്ങനെയെങ്കിൽ ഞങ്ങൾ വെറുതെ കയ്യും കെട്ടി നിൽക്കില്ല എന്ന റഷ്യയുടെയും ചൈനയുടെയും നിലപാട്. 3. എവിടെ ഒളിച്ചാലും ഖമനേയിയെ വേണ്ടി വന്നാൽ വധിക്കും എന്ന ഇസ്രായേലിൻ്റെ താക്കീത്. 4. ഇന്നത്തെ കമ്പോളവൽകൃത ലോകത്തിൽ ആദർശങ്ങളല്ല കച്ചവട താൽപ്പര്യങ്ങൾ മാത്രമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നുള്ള വസ്തുത. ഈ 4ാമത്തെ പോയിൻറ്റിന് ഒരേ ഒരു ഉദാഹരണം പറയാം. അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റതോഴൻ ഡൊണാൾഡ് ട്രംപ്. പക്ഷേ അമേരിക്ക ക്ഷണിച്ചു വരുത്തി വിരുന്നൂട്ടുന്നത് പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയായ അസീം മുനീറിനെ. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. പല പതിറ്റാണ്ടുകളായി ലോക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിയാണ്. അതിൻ്റെ ആണിക്കല്ലാവട്ടെ ഇസ്രായേൽ പലസ്തീൻ പ്രതിസന്ധിയും. ഈ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളിൽ സഭയുടെ നിലപാട് എന്തെന്ന് നാം അറിയേണ്ടതുണ്ട്. അതനുസരിച്ച് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു പരിശ്രമമാണ് ഞാനിവിടെ നടത്തുക. ഇക്കഴിഞ്ഞ 18-ാം തീയതി ബുധനാഴ്ച ലോകമെമ്പാടും നിന്നുമുള്ള തീർത്ഥാടകർക്ക് നൽകിയ പൊതുദർശനത്തിൽ പരിശുദ്ധ പിതാവ് ലയോ 14 ഈ വിഷയങ്ങൾ സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. മുൻഗാമിയായ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ ആവർത്തിച്ച് ഉറപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അത്തരത്തിൽ ആ മുൻഗാമിയുടെ നിലപാടുകളും ശരിവെക്കുകയായിരുന്നു അദ്ദേഹം. യുദ്ധം എപ്പോഴും ഏത് അർത്ഥത്തിലും ഏത് മാനദണ്ഡത്തിലും മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം പരാജയം മാത്രമാണ് എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ പരിശുദ്ധ പിതാവ് ഉദ്ധരിച്ചു. അതുപോലെ തന്നെ സമാധാനത്തിലേക്കുള്ള കാൽവയ്പ് ഒന്നും നഷ്ടപ്പെടുത്തുന്നില്ല. അതേസമയം യുദ്ധം സകലതും നഷ്ടപ്പെടുത്തിയേക്കാം എന്ന 12-ാം പിയൂസ് പാപ്പായുടെ വാക്കുകളും അദ്ദേഹം ഉദ്ധരിച്ചു. യുക്രൈനും ഇറാനും ഇസ്രയേലും ഗാസയും ഉൾപ്പെടെയുള്ള പോർക്കളങ്ങളിൽ നിന്ന് ഉയരുന്ന വിലാപവും അലമുറയും സഭയുടെ ഹൃദയത്തെ ദാരുണമായി പിളർക്കുന്നു എന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. സംഘർഷങ്ങളുടെയും യാതനകളുടെയും മുന്നിൽ നാം ശിലാഹൃദയരാകരുത് എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. സങ്കീർണങ്ങളായ ആധുനിക ആയുധങ്ങളുടെ പ്രലോഭനത്തിൽ ലോക നേതാക്കൾ വീണു പോകരുതെന്ന് അദ്ദേഹം താക്കീത് നൽകി. കാരണം അത് നമ്മിലെ മൃഗീയതയെ ഉണർത്തുകയും പരിധിയില്ലാതെ വളർത്തുകയും ചെയ്യും എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പലസ്തീൻ പ്രശ്നത്തിൽ സഭയുടെ നിലപാട് സുവ്യക്തമാണ്. UN ഉൾപ്പെടെയുള്ള രാജ്യാന്തര വേദികളിലും ഇതുമായി ബന്ധപ്പെട്ട കക്ഷികളുമായുള്ള നേരിട്ടുള്ള ചർച്ചകളിലും പരിശുദ്ധ സിംഹാസനം ഇത് സംശയലേശമന്യേ വ്യക്തമാക്കിയിട്ടുള്ളത് ആണ്. പ്രധാനമായും 5 പോയിൻറ്റുകളാണ് ഇക്കാര്യങ്ങളിൽ സഭയുടെ നിലപാടിൽ ഉൾച്ചേർന്നിട്ടുള്ളത്. 1. പലസ്തീനും
ഇസ്രായേലും സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളായി സമ്പൂർണമായ സുരക്ഷിതത്വത്തിലും പൂർണ്ണമായ സമാധാനത്തിലും സഹവസിക്കണം. 2, ജെറുസലേമിന് പ്രത്യേകമായ ഒരു പദവി പൊതുവായി ഉണ്ടായിരിക്കണം. 3, UN പ്രമേയങ്ങളും രാജ്യാന്തര നിയമങ്ങളും അനുസരിക്കപ്പെടണം. അതിൻപടി 1967 യുദ്ധത്തിന് മുൻപുള്ള അതിർത്തിയിലേക്ക് ഇസ്രായേൽ പിൻവാങ്ങണം. 4, അതേസമയം സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിൻ്റെ അവകാശത്തെ എല്ലാവരും അംഗീകരിക്കണം. 5, അബ്രഹാമിക് മതങ്ങളിൽപ്പെട്ടവരുടെ എല്ലാവരുടെയും പുണ്യസ്ഥലമായ ജെറുസലേമിനെ അത്തരത്തിൽ തന്നെ കാണുകയും തീർത്ഥാടകർക്കും മറ്റുള്ളവർക്കും അവിടെ പ്രവേശനം പ്രയാസം കൂടാതെ ഉണ്ടാകുന്നതെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. ഈ പശ്ചാത്തലത്തിൽ ഫ്രാൻസിസ് പാപ്പ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു ശക്തമായ ഇടപെടലിനെ കുറിച്ച് കൂടി പരാമർശിക്കേണ്ടിയിരിക്കുന്നു. 2014 ഇൻതിഫാദ എന്ന സംഘർഷാവസ്ഥ ഒരു തുറന്ന യുദ്ധമായും ഒരുപക്ഷെ അതൊരു ലോകമഹായുദ്ധമായും പരിണമിക്കും എന്ന് ലോകം ഭയപ്പെട്ടിരുന്ന അവസ്ഥയിലാണ് പരിശുദ്ധ പിതാവ് ഇസ്രായേൽ പ്രസിഡന്റ് ഷിമോൺ പെരസിനെയും പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിനെയും വത്തിക്കാനിലേക്ക് ഒരു പ്രാർത്ഥനാ ഉച്ചകോടിക്കായി വിളിച്ചു ചേർത്തത്. 2014 ജൂൺ 8 ലോകം കൗതുകത്തോടെ എന്നാൽ വലിയ പ്രത്യാശയോടെ നോക്കിക്കണ്ട ആ പ്രാർത്ഥനാ ഉച്ചകോടി. അതിൽ പരിശുദ്ധ പിതാവ് ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: സമാധാനം സംസ്ഥാപിക്കാൻ യുക്തവും ശക്തവുമായ നടപടികളിലേക്ക് നീങ്ങാനുള്ള ധീരത ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ എന്ന്. അതിന് ഷിമോൺ പെരേസിൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: നമ്മുടെ കുട്ടികൾക്ക് സമാധാനം ഉറപ്പാക്കാനുള്ള ശക്തി നമ്മിൽ അന്തർലീനമായിരിക്കുന്നു. അത് നമ്മുടെ വിശുദ്ധമായ ദൗത്യവും ഒഴിവാക്കാനാവാത്ത കടമയുമാണ്. ഇതിന് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് ഇങ്ങനെ പ്രതികരിച്ചു: ദൈവമേ, സമഗ്രവും നീതിനിഷ്ഠവുമായ സമാധാനം നൽകി ഞങ്ങളുടെ ജനതകളെ അനുഗ്രഹിക്കണമേ. അതുവഴി ഈ മേഖലയ്ക്കും ലോകത്തിനും ശാശ്വതമായ സമാധാനം ഉണ്ടാവട്ടെ. സമാധാനപൂർണമായ സഹവാസത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അക്കാലത്ത് ഉരുണ്ടുകൂടിയ വലിയ സംഘർഷത്തിന് അയവ് വരുത്താനായിട്ട് ഈ പ്രാർത്ഥനാ ഉച്ചകോടി വലിയൊരളവിൽ സഹായകമായി എന്നത് വസ്തുത. ഇന്നിപ്പോൾ കൂടുതൽ ഭീഷണമായ, കൂടുതൽ ഭയാനകമായിട്ടുള്ള ഒരപായമണി മുഴങ്ങുകയാണ്. അതും അത്യുച്ചത്തിൽ. സമാധാന നീക്കങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടാനും സമാധാന സംസ്ഥാപകരായി ലോക നേതാക്കളെ പരിണമിപ്പിക്കാനും ഉള്ള അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് സമാധാന രാജനായ ക്രിസ്തുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കുറഞ്ഞ പക്ഷം യുദ്ധവും കെടുതികളും ആഘോഷിക്കുകയും അതിൽ പക്ഷം ചേരുകയും ചെയ്യുന്ന അധമരായി മാറാതിരിക്കാനെങ്കിലും നമുക്ക് പരിശ്രമിക്കാം.